ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പല പ്രശ്നങ്ങളുടെയും മൂലകാരണം ചികഞ്ഞു പോകുമ്പോൾ നമ്മളെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും അല്ലേ. നമുക്ക് ജീവിതത്തിൽ സക്സസ് ആവാനും അതുപോലെ ഫെയിലിയർ ആവാനും ഒക്കെ ആയിട്ട് പല പല രീതിക്കുള്ള അവസരങ്ങളുടെ ഒരുപാട് വാതിലുകളുണ്ട്. അപ്പം ആ ഒരു റൈറ്റ് ആയിട്ടുള്ള വാതിൽ അത് നമ്മൾ ചൂസ് ചെയ്യാത്തതിൻ്റെ പരിണത ഫലമായിട്ടാണ് ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു തംബ്ലൈന് ഇന്ന് ഞാനിട്ട് ഈ ഒരു തംബ്ലൈന് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാന്നുള്ള തംബ്ലൈൻ കണ്ടപ്പോൾ ചിലരത് മൈൻഡ് ചെയ്യാതിട്ടിട്ടുണ്ടായിരിക്കും. ചിലർ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് തുറന്നവരുണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ അതല്ല, ഇനി എന്നെ പരിചയമുള്ളവർ എൻ്റെ മുഖം കണ്ട് വന്ന് തുറന്നവരുണ്ടാവും. പല കാരണം കൊണ്ട് തുറന്നവരുണ്ടായിരിക്കും അല്ലേ. പല പാരൻസും തുറന്നിട്ടുണ്ടായിരിക്കാം, പഠിക്കുന്ന മക്കളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് നല്ല രീതിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ വരുമാനം ഉണ്ടാക്കാനും പറ്റുന്ന ഈ ഒരു കാര്യം അതെന്താണ്, എൻ്റെ കുട്ടിക്ക് ഉപകാരപ്രദമാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണാനിരിക്കുന്ന പാരൻസ് ഉണ്ടായിരിക്കും. എല്ലാവരെയും ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു സെക്ഷനിലോട്ട് കിടക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു അവസ്ഥ എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കൂ കേട്ടോ. അതായത് ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നു. ക്ലാസ് എടുത്ത് ടീച്ചർ മക്കളെടുത്ത് ചോദിക്കുകയാണ്, കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ക്ലാസ് മുറി ഒന്നാകെ പറയാണ് മനസ്സിലായി, ക്ലിയർ ആയി എന്ന്. എന്നിട്ട് ഈ എടുത്ത ഭാഗത്തിൽ നിന്ന് ഇവർ മനസ്സിലായി എന്ന് പറഞ്ഞ പോർഷനിൽ നിന്ന് ടീച്ചർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാനുള്ള പേഴ്സൻറ്റേജ്, ഉത്തരം പറയാൻ പറ്റുന്ന കുട്ടികളുടെ പേഴ്സൻറ്റേജ് വളരെ കുറവായിരിക്കും അല്ലേ. ആ ഒരു സെയിം ചോദ്യം തന്നെ മറ്റു കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യുന്ന കുട്ടികൾ, എല്ലാ ഭാഗവും ക്ലിയർ ചെയ്ത് പറയുന്ന കുട്ടികളുടെ പേഴ്സൻറ്റേജ് വീണ്ടും കുറയും അല്ലേ. ഇതുപോലെ നിങ്ങളും പെട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ചില കുട്ടികൾ പറയും ഞാനൊക്കെ പഠിച്ചതാ, പക്ഷേ എക്സാം ഹോളിൽ പോയപ്പോഴേക്കും ഞാൻ എല്ലാം മറന്നുപോയിന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്? സത്യത്തിൽ നമ്മളെ തലച്ചോറ് നമ്മളെ പറ്റിക്കുകയാണ്. നമ്മൾ പഠിച്ചു, നമുക്കിതെല്ലാം മനസ്സിലായി എന്നുള്ള ഒരു മിഥ്യയായ ഒരു ധാരണ വരുത്താണ്. സംഭവം ശരിയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയം ആയിരിക്കും ആ ഒരു സംഭവം. പക്ഷേ അത് ശരിക്കും നമ്മൾ ആ ഒരു വേർഡ്സും കാര്യങ്ങളും അതിൻ്റെ എമൗണ്ട്സും അല്ലെങ്കിൽ അങ്ങനത്തെ മൈന്യൂട്ടായുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും പഠിച്ചോ എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളെ തലച്ചോറ് നമ്മൾ ആ ഒരു മിഥ്യയായ നമ്മൾ പഠിച്ചു എന്നുള്ള ആ ഒരു കള്ളം നമ്മളെ മനസ്സിലങ്ങനെ തോന്നിപ്പിക്കും. അതൊരു നമ്മളെ തലച്ചോറിൻ്റെ ഒരു കളിയാണ് കേട്ടോ. അതിനെന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. പിന്നീട് എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാനൊന്ന് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് കഴിച്ചിലാവണമെങ്കിൽ ആ കഴിച്ചിലാവുന്നതിനോടൊപ്പം അതിനെ നമ്മളൊരു വരുമാന മാർഗം കൂടി ആക്കി മാറ്റിയാൽ എങ്ങനെയിരിക്കും? ഡബിൾ ഹാപ്പി അല്ലേ. അപ്പം എല്ലാ കുട്ടികളും ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതായത് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങുക. യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും എന്നിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. ക്ലാസ് എടുക്കുന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾ സിമ്പിളായി കാണേണ്ടതില്ല. നിങ്ങൾ പഠിച്ച സംഭവം അത് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, എവിടെയും നോക്കാതെ നിങ്ങൾക്കത് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശരിയായിട്ട് അത് പഠിച്ച് എന്ന് കൺഫേം ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു കാര്യം ശരിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മളത് ശരിയായിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങളെ മനസ്സിൽ ആ വേർഡ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി പഠിച്ച സംഭവം നിങ്ങൾക്ക് ഇവിടെ എക്സാമിന് ഉപകാരപ്രദമാവുന്നതിനോടൊപ്പം ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്രദമാവും അല്ലേ. അത് നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏതായിക്കോട്ടെ, നീറ്റിന് വേണ്ടിയിട്ടോ മറ്റേതെങ്കിലും എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടോ ഒക്കെ പഠിക്കുകയാണെങ്കിലും നല്ല നല്ല ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും അല്ലേ. ഇനിയിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ഓരോ ചാപ്റ്റേഴ്സും ഓരോ കാര്യങ്ങളും അതിൻ്റെ ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടും ഇവർ ഫോണിൽ സെർച്ച് ചെയ്ത് നോക്കുന്ന ഒരുപാട് പേരുണ്ട്. നല്ല നല്ല വീഡിയോസൊക്കെ കിട്ടാൻ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഇത്തരം ക്ലാസ്സുകൾ കിട്ടണം. സൈലം പോലുള്ള നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പക്ഷേ ക്യാഷ് കൊടുക്കാതെ അവർക്ക് നെറ്റ് മാത്രം റീചാർജ് ചെയ്ത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരു സ്രോതസ്സാണ്
യൂട്യൂബ്. നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്തു? മറ്റു കുട്ടികളെ പഠിപ്പിച്ചു. അതോടൊപ്പം നിങ്ങൾ പഠിച്ചു എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്തു. നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുന്ന സാധനം നമ്മളെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പം നിങ്ങൾ പറയും ഇത് എഡിറ്റ് ചെയ്യാനും മറ്റു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ല എന്നല്ലേ? ക്യാമറ ഓൺ ചെയ്യുക, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക, നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുക. അത് പിന്നെ പിന്നെ സ്പീഡ് കൂടും കേട്ടോ. ഞാനൊക്കെ യൂട്യൂബിൻ്റെ ലോകത്തിലോട്ട് വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. പക്ഷേ പിന്നീട് എനിക്ക് നേരെ ക്യാമറ ഓൺ ചെയ്ത് പറയുക, ഒറ്റ ടേക്കിൽ പറയുക, ഓഫ് ചെയ്യുക. കൂടുതൽ മിസ്റ്റേക്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തതിൽ ഡെവലപ്പ് ചെയ്യും. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നു പോയാൽ നമ്മൾ റിപ്പീറ്റൊക്കെ എടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയല്ലാതെ നമ്മൾ ചെറിയ കുഞ്ഞു ചിരികൾ അല്ലെങ്കിൽ നമ്മളെ നോട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചെറിയ മിസ്റ്റേക്സുകൾ വരുമ്പോൾ നമ്മൾ കോൺഫിഡൻറ്റിനെ അത് ബാധിക്കും അല്ലേ? അത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഡിലീറ്റ് ചെയ്യുന്ന സ്വഭാവമൊക്കെ മാറ്റുക. പിന്നെയെന്ന് വെച്ചാൽ വലിയ സംഭവമായിട്ടുള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട. സത്യത്തിൽ നിങ്ങളുടെ ആ ഒരു വിഷയത്തിലോട്ടാണ് കുട്ടികൾ നോക്കുന്നത്. അവർക്ക് വേണ്ടത് നിങ്ങൾ എടുത്തു കൊടുക്കുന്ന ആ ഒരു ക്ലാസ്, അതിൻ്റെ ക്വാളിറ്റിയാണ്. അല്ലാണ്ട് ചുറ്റുഭാഗമുള്ള നിങ്ങൾ വലിയ വ്ളോഗോ കാര്യങ്ങളോ ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കും പഠിക്കാം, അതുപോലെ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് സഹായമാവുകയും ചെയ്യും. ഇപ്പം ഞാൻ NIOSൻ്റെ കീഴിൽ ഞാൻ വിചാരിച്ചു, ഞാൻ കൊമേഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ സയൻസ് എടുക്കാം എന്ന് കരുതിയിട്ട് ഞാൻ ട്യൂട്ടോറിയൽസ് നോക്കിയപ്പോൾ മലയാളത്തിൽ നല്ല ക്ലാസ്സുകളൊന്നും അത്ര അവൈലബിൾ അല്ല. ചില ക്യാഷ് കൊടുത്ത് പേയബിൾ ആയിട്ടുള്ള ഒരുപാട് ട്യൂഷൻസിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു പോർഷനൊക്കെ അവരിട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ കിട്ടണമെങ്കിൽ നമ്മൾ ക്യാഷ് എടുത്തിട്ട് പർച്ചേസ് ചെയ്യണം. ഇങ്ങനെ പല ഫ്യൂച്ചർ അക്കാഡമി അങ്ങനെ പല അക്കാഡമീസിൻ്റെ കണ്ടു. അല്ലാതെ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സിലബസുകളും ക്ലാസ്സുകളൊക്കെ കുറവാണ്. അപ്പം നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം ഇങ്ങനെ ചെയ്യുക. ഇനിയിപ്പോൾ ആരും കണ്ടിട്ടില്ല, നിങ്ങൾ ക്ലിക്കായില്ല എന്ന് വെച്ചോ, എന്നാലും പോട്ടെ, നമുക്ക് പഠിക്കാനായല്ലോ. നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായി. എക്സാം ഹോളിൽ പോയിട്ട് അയ്യോ ഞാൻ പഠിച്ചതൊക്കെ മറന്നുപോയി എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐഡിയും അതുപോലെ ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസ് എടുക്കാൻ പറ്റും. ഇനി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുകയും ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒന്നും അറിയില്ലെങ്കിൽ ജസ്റ്റ് ക്യാമറ ഓൺ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐഡിയ സിമ്പിളാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് അത് വലുതാണ്. അത് മറക്കാതിരിക്കുക. ബൈ.